നമുക്ക് കുറച്ച് കമന്റ് സെക്ഷനിലൂടെ പോവാട്ടോ. ഇതിനകത്ത് ചിലപ്പം അലാറം കയറി വരും. അപ്പോൾ നിങ്ങൾ ഞെട്ടണ്ട. ഞാൻ ഞെട്ടാതിരിക്കാൻ സൈലന്റ് ആക്കിയിടാം. കാരണം ഇത് പൊന്നിന്റെ ഫോണാണ്. അവൾക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട്. അലാറം വെച്ച് ബാക്കിയുള്ളവരെ എണീപ്പിക്കും, അവൾ കിടന്നുറങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് കമന്റ്സിലൂടെ പോവാം. ഇത് ടൈപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. അതുപോലത്തെ കമന്റ്സ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ അനുവിൻ്റെയും നെവിൻ്റെയും ടോപ്പിക്കിലുള്ളത്. ഫസ്റ്റ് കമന്റ്സ് ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് വാദോരാതെ പറയണമെന്ന് ആഗ്രഹിച്ച സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അനുവിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യങ്ങൾ വാങ്ങിയെന്ന് പറയും. ഓഫ് കോഴ്സ് ഞാൻ അനുവിനെ പറ്റിയിട്ട് അനു ചെയ്ത തെറ്റല്ല, അനു ചെയ്ത അൺഫെയർ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ചിലർ വന്നിട്ട് പറയും അനീഷിന്റെ PR ആണ്, അല്ലെങ്കിൽ നിലപാടില്ല എന്ന് പറയും. അല്ലെങ്കിൽ അനുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിയെന്ന് പറയും. ലക്ഷങ്ങൾ വാങ്ങി എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലിടാൻ സ്ഥലമില്ല സത്യം പറഞ്ഞാൽ, നിറഞ്ഞു കവിഞ്ഞിട്ടേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൽ വരുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ എൻ്റെ ബാങ്കിൽ ഇടാൻ സ്ഥലമില്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് തരുമോ, ഞാൻ കുറച്ച് അതിനകത്തേക്ക് ഇടാം, എന്നിട്ട് നിങ്ങളുടെ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്ത് ഒരു 5-6 വില്ലയും അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലമോ മറ്റേ കുത്തബീനാരൊക്കെ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാം. എങ്ങനെയുണ്ട്? ഓരോരോ. അടുത്ത സംഭവം, അനുമോളിന് എന്താണ് പോസിറ്റീവ് ഉള്ളത്? ഒന്നുമില്ല. നിങ്ങൾക്ക് അനുമോളിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഇങ്ങനത്തെ ലാംഗ്വേജ് ആണോ വീട്ടിൽ പറയേണ്ടത്? അതെ, ഈ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ട് നോക്കി പഠിക്കാനായിട്ടുള്ള എൻസൈക്ലോപീഡിയോ അല്ലെങ്കിൽ ബുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അനുമോളിൽ എന്താ പോസിറ്റീവ് ഉള്ളത്? ഒരു വ്യക്തിയിലെ നന്മയും ചീത്തയും കാണാൻ പറ്റാത്തത് താങ്കളുടെ കുഴപ്പമാണ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് തിങ്, എന്ത് ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? അങ്ങനെ പറയരുത് സുശീല, അങ്ങനെ പറയരുത്. ബിക്കോസ് അവിടെ ആദില, നോറ, പിന്നെ ലക്ഷ്മി, അതേപോലെ ഷാനവാസ്, അക്ബർ, നെബിൻ, അവിടെയുള്ള എല്ലാവരും യൂസ് ചെയ്യാൻ പാടില്ലാത്ത ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അനുമോളെ മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അനുമോള് നെവിൻ കാണിക്കുന്ന പോലത്തെ തറ ഗെയിം ഇതുവരെ കളിച്ചിട്ടില്ല. ആ കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള തെറ്റുണ്ടായിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുകൊണ്ട് എന്ത് പോസിറ്റീവാണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഞാൻ അനുവിനെ നോക്കി പഠിക്കാനല്ല നിൽക്കുന്നത്. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ എൻ്റെതായ രീതിയിൽ ഞാൻ പോകുന്നു, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ നോക്കി പഠിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങളോട് അതാണ് പറയേണ്ടത്, വേറെ ആൾക്കാരെ നോക്കി പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആ കുട്ടി ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ ആ കുട്ടി എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. അതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എന്തിനൊക്കെ കൊള്ളാമെന്ന്. അപ്പോൾ അന്നേക്ക് പോലെ തന്നെ Anu is never saying sorry for her mistake. She is the only one person in the house who has made huge arguments about others. I don't like Anu and other girls in the house. ഈ കൊച്ചിന്റെ പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി എന്ന് പേരുള്ളവരൊക്കെ സൂക്ഷിക്കേണ്ട അവസ്ഥയുള്ളൂ. അതായത് അനുമോൾ സോറി പറയത്തില്ല. ഹ്യൂജ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയത് അനുമോളാണ്. ഇതിൻ്റെ ഉള്ളിൽ ആരെയും ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ഈ പെൺകൊച്ചിന്റെ വിഷയം എന്താണ്? പെൺകുട്ടികളെ ആരും ഇഷ്ടമല്ലേ? അനുമോള് പറഞ്ഞത് ശരിയാന്ന് അനുമോള് തോന്നുന്നിടത്തോളം കാലം അനുമോൾ എന്തിനാണ് സോറി പറയുന്നത്? ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ശരിയാന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരെന്നെ തലക്കടിച്ചാലും ഞാൻ സോറി പറയത്തില്ല. സോ അത് അനുമോളുടെ പെർസെപ്ഷനാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒറ്റ സ്ത്രീകളെയും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞാൽ ആദ്യം സോറി പറയും. ഓക്കെ. ചേച്ചി നിങ്ങൾ കമന്റ് ഇടാൻ പറയും. കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ കമന്റ് ഇട്ടവർ മോശക്കാർ ആകും. നിങ്ങൾ ചേച്ചിയെ അല്ല, യൂട്യൂബേഴ്സ് പൊതുവെ അങ്ങനെയാണ്. പ്രോ അങ്ങനെ പറയരുത്. നിങ്ങൾ ഇട്ട ഈ കമന്റിന് നീ ആരാടാ ഇത് പറയാൻ? നിനക്കെന്താ അവകാശം ഉണ്ടോ പറയാനായിട്ട്? നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞോടാ? അതൊരു വൃത്തികെട്ട രീതിയിലുള്ള റിപ്ലൈ അല്ലേ എൻ്റെ ഭാഗത്തുനിന്ന്? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. മാന്യമായ രീതിയിൽ കമന്റ് ഇട്ടാൽ നമ്മൾ മാന്യമായ രീതിയിൽ സംസാരിക്കും. അതല്ല എൻ്റെ ഒരു മര്യാദ. അപ്പം മാന്യമായ രീതിയിൽ സംസാരിച്ചാൽ തിരിച്ചു മാന്യമായ രീതിയിൽ റിപ്ലൈ കിട്ടും. ഇങ്ങോട്ട് അപമര്യാദയെ സംസാരിച്ചാൽ അങ്ങോട്ടും മര്യാദ രീതിയിൽ റിപ്ലൈ കിട്ടും. എഗെയിനും ഇങ്ങോട്ട് അപമര്യാദയായിട്ട് സംസാരിച്ചാൽ അങ്ങോട്ടും മാന്യമായ റിപ്ലൈ കിട്ടും. എഗെയിനും ഇങ്ങോട്ട് അപമര്യാദയെ സംസാരിച്ചാൽ വിവരം അറിയും. ക്ഷമയ്ക്കൊക്കെ ഒരു ലിമിറ്റില്ലേ? അപ്പോൾ മോശമായ രീതിയിൽ കമന്റ് ഇടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാവില്ല. മറ്റ് യൂട്യൂബേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മാന്യമായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കണം. അതിന് പ്രത്യേകിച്ച് കോച്ചിങ് ഒന്നുമില്ല. കുറച്ച് കോമൺ സെൻസും പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കറക്റ്റായി പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു പെർസെപ്ഷനാണ് പറയുന്നത്. ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ പെൺകുട്ടിയെ ഇങ്ങനെ ബുൾ ചെയ്യാൻ ബിഗ് ബോസ് ടീം നെവിനെ പുറത്താക്കിയിട്ട് അവന് കൊടുത്ത ടാസ്ക് ആയിരിക്കും. ഫൈനൽ 5-ൽ കയറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ എനിക്ക് കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് ആണോ, ഇത് സ്ക്രിപ്റ്റ് കൊടുത്തതാണോ? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അനുമോൾക്ക്. എനിക്ക് പേഴ്സണലി അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ഇത് ഇവന്റെ തലയിൽ എന്തോ എവിടെ മുട്ടിയതാ, അല്ലെങ്കിൽ എന്തോ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള പോലെ തന്നെ എന്തോ ഒരു സാധനമാണ്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് ബിഗ് ബോസ് ആണ്. എനിക്ക് അറിയാൻ പാലാത്ത കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു തോട്ട് പ്രേക്ഷകരുടെ മനസ്സിലോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ തോൽവി.
പിന്നെ വേറൊരു ചേട്ടനുണ്ട് കേട്ടോ. ഈ ചേട്ടനെ നിങ്ങൾ നോക്കി വെച്ചോ. ഈ ചേട്ടൻ ഈ ചേട്ടന്റെ പ്രൊഫൈലും കൂടി ഞാൻ ഇതിനകത്ത് മെൻഷൻ ആക്കാം. ബിഗ് ബോസ് ഈസ് അനിമോൾ ഷോ. അത് ശരി. അപ്പൊ ബാക്കി കണ്ടസ്റ്റന്റ് ഒക്കെ അവിടെ പഴം പുഴുങ്ങാൻ വന്നേക്കണാണോ? Big Boss is a dirty animal show. Police should raid on Big Boss for doing unlawful activities by doing favors to animal. ചേട്ടാ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതേ, കേരള പോലീസിന് ഒരുപാട് കേസസ് ഉണ്ട് നോക്കാനായിട്ട്. ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പൊ ഇന്നാണെങ്കിൽ തന്നെ ഞാൻ കണ്ടു, ഒരു ബസ്സിൽ ഒരു സ്ത്രീയോട് ഒരു ചേട്ടൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് അതിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് കേരള പോലീസിന് ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിലും റേപ്പ് ആണെങ്കിലും മർഡർ ആണെങ്കിലും പല ഒരുപാട് ഡീപ്ലി പ്രശ്നങ്ങൾ പോലീസിന് അന്വേഷിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അനിമോൾക്ക് ഫേവറിസം കൊടുക്കുന്നുണ്ട് പോലീസ് റെയ്ഡ് നടക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, ഞാൻ എന്താ ചോറല്ലേ ഞാൻ കഴിക്കുന്നത്? ചോറാണല്ലോ ഞാൻ കഴിക്കുന്നത്, നിങ്ങളും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്? അപ്പൊ ഈ പുള്ളിയുടെ പ്രൊഫൈൽ ഞാൻ മെൻഷൻ ആക്കാം. കുറെ കമന്റ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ആശീർവാദ് ഫിലിം കേസ് കൊടുക്കാൻ പോകുന്നു, അനിമോളോടുള്ള ഫേവറിസം ഒക്കെ. ഇത് മനസ്സിലായി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇത് കോപ്പി പേസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാരില്ലേ, നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ശ്രദ്ധ മാറ്റാനായിട്ട് കുറെ ആൾക്കാരുകൾ വരും. ആക്ച്വലി ആശീർവാദ് സിനിമാസ് ആരുടെയാണ് അറിയാമോ? അതാരുടെയെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ ഒരു ഓവർ കമന്റിങ് നമ്മൾ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ ഞാനാണെങ്കിൽ തന്നെ ഇതിനെ പറ്റിയിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ചേട്ടന്റെ പ്രൊഫൈൽ ഞാൻ ഈ വീഡിയോന്റെ താഴെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു കമന്റ് ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് ഇതിനുള്ള മറുപടി കൊടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ അരോചകത്തോട് കൂടിയിട്ടാണ് നെവിൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിനോടും ലാലേട്ടനോടും, നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ? നിങ്ങൾ ഇത് എന്താണ്? സ്ക്രിപ്റ്റഡ് അല്ല, നിങ്ങൾ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മേ ബി ലാലേട്ടൻ വന്നിട്ട് ചോദിക്കാനായിരിക്കും. അപ്പൊ ലാലേട്ടൻ വന്നിട്ടാണെങ്കിലും എന്താ മോനെ നെവിൻ, ഇത് ഇങ്ങനെ ചെയ്യാമോ? ഇത് ഇങ്ങനെയാണോ ഗെയിം? എന്താണ് അങ്ങനെ ചെയ്തത്? അപ്പൊ അനുമോൾ പറഞ്ഞു ആദ്യം എന്റെ മുഖത്ത് വെള്ളം തെളിച്ചു. അപ്പൊ ലാലേട്ടൻ പറയാനും അതല്ലേ ഗെയിം, അതാണല്ലോ ഒരാളങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാമോ എന്ന് വെച്ച് തണുപ്പിച്ച് ഈ ഒരു സാധനത്തിൽ വിട്ട എന്റെ പൊന്നു ലാലേട്ടൻ നമസ്കാരമുണ്ട്. നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റും പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഗേൾ അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു ഗെയിമിൽ അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. ഇത് നെവിൻ ഭയങ്കര ഓവറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ സാധനത്തിനെ തണുപ്പിച്ച് അവിടെ ഇരുത്തരുത് ലാലേട്ട. ഒരു റെസ്പെക്ട് ഉണ്ട്, നശിപ്പിക്കരുത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ.